Dear students, today I want to discuss the Kerala Engineering 2018 physics questions. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇനി വരുന്ന വർഷങ്ങളിലൂടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള 2019 അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു 3 വീഡിയോ ആയിട്ട് ഓൾറെഡി തന്നെ എൻ്റെ ചാനലിലുണ്ട്. സോ ഈ 2018 ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് ഒരു 2013-14 ക്വസ്റ്റ്യനുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ we can sure about one thing, the quality of questions ഒരു ടഫ്നെസ് കൂടി വരുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാൽ പോലും ആ 72 ക്വസ്റ്റ്യനിൽ ഒരു മിനിമം 30-40 ക്വസ്റ്റ്യൻസ് നമുക്ക് കൺസെപ്ച്വലി വളരെ ഈസിയോടെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. എൻ്റെ പേര് സാംസൺ എസ് എന്നാണ്. ഞാനൊരു ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് എൻട്രൻസ് ഫീൽഡിൽ ദർശൻ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം അക്കാഡമിക് ഹെഡായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. 2 വർഷം 1ാം റാങ്ക് നേടിയ പഠിപ്പിച്ച കുട്ടികളെ നമ്മുടെ കേരള എഞ്ചിനീയറിങ്ങിൽ ഫസ്റ്റ് റാങ്ക് നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അഭിമാനമുണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് at first 15 questions of Kerala Engineering 2018. So look the question number 1. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫ്രം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ദ വൺ ഡൈമെൻഷണൽ മോഷൻ ഓഫ് എ പോയിന്റ് പാർട്ടിക്കിൾ ഈസ് ഷോൺ ഇൻ ഫിഗർ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോൾ see the distance traveled by the particle is 0. The total displacement of the particle is 0. The maximum acceleration of the particle. The total distance traveled by the particle at the end of say 5 seconds here. And also at the 5th second, what is the acceleration of the particle? But here the given graph is a speed time graph. See the conceptually one error is there. The better concept is the velocity time graph is given. Then the choices are become adequate. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരുമ്പോൾ അതിൽ നിന്ന് ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു വെലോസിറ്റി ടൈം കർവിൽ നിന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, if we just find the area means it becomes the velocity into time. So we can say that as a displacement by time. Good. Into time. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ ഡിസ്റ്റൻസ് ആണോ എന്ന് നമ്മൾ സംസാരിക്കേണ്ട. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമ്മളൊരു വെക്ടർ കൺസെപ്റ്റിലാണ് എടുക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ വിത്ത് സൈൻ നമുക്കവിടെ ഉറപ്പിച്ച് പറയാം അത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അത് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. പക്ഷേ വിത്തൗട്ട് സൈൻ, അപ്പോൾ നമുക്കിവിടെ 2 ക്വാഡ്രൻറ്റിലായിട്ടാണ് വരുന്നത് അല്ലേ, പ്ലസും മൈനസും വരുന്നുണ്ട്. അപ്പോൾ വിത്ത് സൈൻ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. വിത്തൗട്ട് സൈൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഡിസ്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈമും ക്യാൻസലായി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടും. അത് വിത്ത് സൈൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും വിത്തൗട്ട് സൈൻ ആണെങ്കിൽ ഡിസ്റ്റൻസും. അതോടൊപ്പം ഒരു കാര്യം, ഇഫ് യു ജസ്റ്റ് ടേക്ക് ദ സ്ലോപ്പ്, ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ആദ്യത്തെ ഭാഗം എടുത്താൽ അതിങ്ങനെ ഒരു സ്ലോപ്പിൻ്റെ ആവശ്യമുണ്ട്, കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വെലോസിറ്റി വേഴ്സസ് ടൈം എന്നൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ടാൻ തീറ്റ ദ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്സിലറേഷൻ എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് മാറും. So we can just go through the individual choices. At first we have to find what is the distance and what is the displacement. So without a sign we have to take, then we get the what is called the distance. But we have to take the area. So നമുക്ക് അതിനെ 2 ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം. So the first part and the second part. So that is equal to the first one. നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. So half into, so this the base we can take as a 10 into the altitude is roughly as what, 10. So you get the value as 50. Good.
But similarly, that is for the second one area, it is in the fourth quadrant. So we can take the area as a negative. So half into again. What is the base here? 20 minus 10. That is a 10. What is the altitude? So again a 10. That take the value as equal to again 50. So the total distance is what? So the distance, keep in mind the concept without a sign. So without a sign, that means 50 plus 50. So that is equal to 100. So the first choice is wrong. But we can easily find what is the displacement. But the area with the sign, that area with the sign means 50 minus 50 becomes 0. So that may be the answer. Good. So we can quote the answer as B choice. The first question, second one. A good question, but confusion undakan sadhyadayulla oru question aanu. The period of oscillation of a simple pendulum is given by. So നമുക്ക് യൂഷ്വൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് as a 2 pi into root of L by G. The time period of a simple pendulum. Where L is the length of the pendulum and G is the acceleration due to gravity. The length is measured using a meter scale which has 2000 divisions. So 1 meter scale, 1 meter length ഉള്ള ഒരു സ്കെയിലാണ്. അതിൽ number of divisions എന്ന് പറയുന്നത് 2000 എന്ന് പറയുന്നുണ്ട്. And the measured ചെയ്യുന്ന length, it is given as 50 centimeter. The accuracy in the determination of G is given as 1.1%. So we can say that delta G by G into 100%, that value is given as 1.1%. That means delta G by G is equal to 1.1 by 100 or 10 raised to minus 2. The time taken for 100 oscillations is given as 100 seconds. Then what should be the resolution of the clock? അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ആദ്യം ഒന്ന് ചിന്തിക്കാം. വാട്ട് യു മീൻ ബൈ റെസൊല്യൂഷൻ? അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ലീസ്റ്റ് കൗണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? ദാറ്റ് ഈസ് ദ മിനിമം മെഷർമെന്റ് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ്. അതിന് മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുന്നത്, ഇറ്റ് ഈസ് സെഡ് ടു ബി ദ മാക്സിമം പോസിബിൾ എറർ ഇൻ എ മെഷർമെന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു മെഷർമെൻറ്റിൽ, ഒരു എക്സ്പെരിമെൻറ്റിലെ മെഷർമെൻറ്റിൽ മാക്സിമം പോസിബിൾ എറർ എന്ന് പറയുന്നതാണ് അവിടുത്തെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്, അബ്സല്യൂട്ട് എറർ എന്താണ്, ഡെൽറ്റ ടി എന്താണ്, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് റിലേഷൻ നമുക്കറിയാം, ടി ഈസ് ഈക്വൽ. അപ്പോൾ അതിനെ ഒന്ന് നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുക എന്ന് വിചാരിക്കുക. സോ ടി സ്ക്വയർ ദാറ്റ് ടേക്ക് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 4 pi സ്ക്വയർ ഇൻറ്റു L by G. ഇവിടെ നമുക്കൊരു ഡേറ്റ കംഫർട്ടായിട്ട് തന്നിരിക്കുന്നത് G ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ജിക്ക് ബേസ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. സോ G ഈസ് ഈക്വൽ ടു, സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 pi സ്ക്വയർ ഇൻറ്റു L ഡിവിഷൻ ബൈ ടി സ്ക്വയർ. അപ്പോൾ ഈ റിലേഷൻ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റിലേഷൻ ഫോർ എറർ നമ്മളൊന്ന് എഴുതിയാൽ, ഡെൽറ്റ ജി ബൈ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ്. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ നമുക്ക് അതിനെ ഒരു ഇക്വേഷൻ എഴുതാനുള്ള ശ്രമം എടുക്കാം. So 2 into delta t by t, take the value equal to, good, delta L by L minus delta G by G. So നമുക്ക് delta t എന്ന് പറയുമ്പോൾ t by 2 into, yes, delta L by L minus delta G by G. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി ബൈ ജി ഈസ് ഓക്കെ. ഇനി ഡെൽറ്റ എൽ എന്താണ്? അബ്സല്യൂട്ട് എറർ ഇൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 1 മീറ്റർ ലെങ്ത് എന്നാണ് പറയുന്നത് അല്ലേ. അതിനുള്ളിൽ എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് പറയുന്നു? 2000. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അത് ലീസ്റ്റ് കൗണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കാം. സോ 1 മീറ്റർ ഡിവിഷൻ ബൈ 2000 എന്നൊരു ഓപ്ഷൻ വരില്ലേ? എന്ന് പറയുമ്പോൾ അത് 0.5 × 10⁻³ ആയിട്ട് മാറില്ലേ? ഓക്കെ, ഫൈൻ, ഗുഡ്.
ലെങ്ത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് 50 സെൻറ്റിമീറ്റർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അത് 0.5 മീറ്റർ ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതോടൊപ്പം ഒന്ന് ചിന്തിക്കേണ്ടത് എന്താണ് ടൈം പീരീഡ്. ടൈം പീരീഡ് ഫോർ 100 ഓസിലേഷൻസ് എന്ന് പറയുന്നത് 100 സെക്കൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം പീരീഡിന് എത്ര വരും? 1 സെക്കൻഡ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ 1/2 ഇൻറ്റു ഡെൽറ്റ എൽ എസ് വാട്ട്? യെസ്, 0.5 into 10 raised to minus 3. That division by, yes, 0.5. That minus delta G by G, we can write as 1.1 into 10 raised to minus 2. That is equal to, so 1/2 into the point by cancel. So we can write as a 0.1 into 10 raised to minus 2 minus 1.1. 10 raised to minus 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. So you get the value 1.1 minus 0.1 as 1. So 1/2. That much into 10 raised to minus 2. So that is a very important one. So 0.5 into 10 raised to minus 3. 0.5 into 10 raised to minus 2. So that is nothing but equal to 5 into 10 raised to minus 3. So we can say as 5 millisecond. So we can quote the answer as a C. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ ടീക്കാണ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ പോലും ഉത്തരത്തിൽ അധികം വ്യത്യാസം വരില്ല. നമുക്ക് ആൻസർ അറൗണ്ട് 6 എന്നുള്ള മില്ലി സെക്കൻഡ്സിലേക്ക് കിട്ടും. അപ്പോഴും നമുക്ക് ആൻസർ 5 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒറിയിടാകണ്ട. സോ ദിസ് ഈസ് എ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷേ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ആസ്പെക്റ്റ് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ എറർ റിലേഷൻ എഴുതുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ആദ്യ പകുതിയിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം. അത് വളരെ സ്റ്റാൻഡേർഡ് പുലർത്തുന്ന ക്വസ്റ്റ്യനുകളാണ്. എ ഗുഡ് ക്വസ്റ്റ്യൻ ബട്ട് കൺഫ്യൂസിങ് വൺ. ഫ്രം എ സർക്കുലർ കാർഡ്ബോർഡ് ഓഫ് യൂണിഫോം തിക്നെസ് ആൻഡ് മാസ് എം. ഇപ്പോൾ നമുക്കൊരു സർക്കുലർ ബോർഡ്, നമുക്കൊരു ഡിസ്ക് എന്നുള്ള ഒരു പാറ്റേണിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എ സ്ക്വയർ ഡിസ്ക് ഓഫ് ദ മാക്സിമം പോസിബിൾ ഏരിയ ഈസ് കട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ മോണിറ്ററിൻ്റെ പ്ലെയിനിലുള്ള ഒരു സർക്കുലർ ഡിസ്ക് നമ്മൾ വരച്ചാൽ അതിൻ്റെ മാക്സിമം ഏരിയയുള്ള ഒരു സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നു, ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള അവൻ്റെ മാസ് അവിടെ തന്നിട്ടുണ്ട്. അവൻ്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സ്ക്വയർ വിത്ത് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അറ്റ് ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക്. അപ്പോൾ ഈ ഡിസ്കിനെ നമ്മളൊരു 3 ഡയമെൻഷണൽ ഫിഗറിലേക്ക് ഞാനൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. സോ ആ ഡിസ്ക് ഞാൻ എടുത്തു, അതിനെ അതിൻ്റെ ആക്സിസിലേക്ക് നമ്മൾ വെച്ചു. അപ്പോൾ ആ ഒരു ഡിസ്കിനെ നമ്മൾ അതിൻ്റെ സെൻട്രൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്ക് എം ഇൻറ്റു എ സ്ക്വയർ ഡിവിഷൻ ബൈ 6 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് എ? ഈസ് ഇറ്റ് ദ സൈഡ്? നോ, നമുക്കത് ഉറപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഗിവൻ ആസ് എം ഇൻറ്റു എ സ്ക്വയർ ബൈ 6. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സ്ക്വയറിനൊരു എൽ സൈഡ് ഉണ്ട് എന്നിരിക്കട്ടെ. ഗുഡ്. അതിൻ്റെ മാസ് എം ഡാഷ് എന്ന് നമുക്ക് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, and see once again we can think another method. A little bit confusion is there with the mass of that one. It is not given. So what is the mass of that? So we have to find it and see the guys. For this triangle, if we just consider the diagonal, if L ആണ് അവൻ്റെ സൈഡ് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ if L is the side, the diagonal, so D എന്ന് നമ്മൾ എഴുതിയാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. So diagonal is what? The diagonal is actually നമുക്ക് ഇവിടുത്തെ റേഡിയസ് ആണ് അല്ലേ? റേഡിയസിൻ്റെ ഡബിൾ ആണ് അല്ലേ? യെസ്, 2r.
സി നമുക്ക് ഈസി മെത്തേഡായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇവിടെ മാക്സിമം പോസിബിൾ ഏരിയ പറയുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ സർക്കംഫറൻസുമായിട്ട് ടച്ച് ചെയ്ത് തന്നെ വന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡയഗണൽ എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു √2 ടൈംസ് ഓഫ് ദ സൈഡ്. പക്ഷേ ഈ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സർക്കുലർ കാർഡ്ബോർഡിൻ്റെ ഡയമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2r വാല്യൂ √2l ആയിട്ട് മാറി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം √2l, that division by 2. So that is equal to l by √2. And see the guys, if we have to think that the given parameter a, so that is nothing but the side of the square. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം the answer is a division by √2. So that is answer. So we can say simply B as the answer. Next one. വീണ്ടും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 4. The length is measured using a vernier system whose main scale is 30 centimeter long with 600 divisions. അപ്പോൾ മെയിൻ സ്കെയിലുമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ അതിൽ പറയുന്നത് 30 സെൻറ്റിമീറ്റർ ലോങ്ങിൽ 600 ഡിവിഷൻസ് ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം സിമ്പിളായിട്ട് 30 സെൻറ്റിമീറ്റർ ഡിവിഷൻ ബൈ 600. So 0 0 cancel. So that is equal to 1 by 20 centimeter. പിന്നെ പറയുന്നു the 19 divisions of the main scale coincide with the 20 divisions on the vernier. നമ്മുടെ ഈ വെർണിയർ സ്കെയിലിൻ്റെ തിയറി പാർട്ടിൽ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ്, ദ ലീസ്റ്റ് കൗണ്ട് ഓർ വെർണിയർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പക്ഷേ ഇത് ഈസിയോടെ ടോക്കിൾ ചെയ്യാൻ മറ്റൊരു ഇൻഫർമേഷൻ കൂടെ തരുന്നുണ്ട്. ഇവിടെ പറയുന്നത് 19 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് കോയിൻസൈഡ് വിത്ത് 20 divisions on vernier scale division. That means 1 vernier scale division is 19 by 20 main scale division. So അത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെർണിയർ കോൺസ്റ്റന്റ് become 1 main scale division minus 19 by 20 main scale divisions. So that is equal to 20 minus 19. So that is equal to 1 by 20 മെയിൻ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ നമുക്ക് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം. പക്ഷെ ഓൾറെഡി നമുക്കറിയാം ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 by 20 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു 1 by 4 400. So that is 10 raised to minus 2 centimeter. So that is equal to 1 by 4. So that is nothing but 1 by 4 is equal to 0.25 into 10 raised to minus 2 centimeter. So 1 centimeter is we can say as 10 millimeter. So that is equal to 2.5 into 10 raised to minus 2. So we can say that 0.025 millimeter. So അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ കംഫർട്ടായിട്ട് ഡിക്ക് പറയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കണേ. അതോടൊപ്പം തന്നെ നമ്മുടെ വെർണിയർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ നമ്പർ ഓഫ് വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയുന്ന ഫോർമുല വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കംഫർട്ടായിട്ട് ഈ റിലേഷൻ യൂസ് ചെയ്താൽ മതിയാവും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. A particle of mass m is moving along the x-axis under the potential Vx is equal to, that is given as a k by k x square.
ദർ ഈസ് എ ക്വസ്റ്റ്യനിലെ ഒരു ചെറിയ ഒരു കറക്ഷൻ ഉണ്ട്. കെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ലാംഡ. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. The potential variation that is given as kx square by 2 plus lambda, where k and x are the k and lambda are the positive constants of appropriate dimensions. The particle is slightly displaced from its equilibrium position. The particle oscillates with the angular frequency omega that is given by. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കൺസർവേറ്റീവ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോഴേ നമുക്ക് പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മുടെ ഫോഴ്സിലേക്ക് വരുവാനുള്ള വളരെ യൂണിറ്റ് മാസ് ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റിലേഷൻ എടുക്കാം. ദാറ്റ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എസ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ആസ് എഫ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ദാറ്റ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ലാംഡ നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് 0 കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറാം? 2x ആയിട്ട് മാറും. 2 2 എന്തായി? ക്യാൻസലായി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആംഗുലാർ ഫ്രീക്വൻസിയുടെ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് കൺസെപ്റ്റുമായിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിലേക്ക് എഴുതാം. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡിവിഷൻ ബൈ എം ഇൻറ്റു എക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പക്ഷെ ജനറലി നമുക്കറിയാം ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഒമേഗ സ്ക്വയർ എക്സ്. സോ ദാറ്റ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി സ്ക്വയർ ഈസ് കെ ബൈ എം. So we can find the value for omega as equal to root k by m. A simple question and we get the answer as C choice. A good question from oscillation. ഈ ഓസിലേഷൻ ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ മുറ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. സോ നൗ we can just move to the 6th question. Two particles of mass m and 2m have position vectors. So that is given as x1. സൂക്ഷിച്ച് നമ്മുടെ ചോയ്സസ് എഴുതുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉണ്ട്. x1 that is given as ti minus t cube j plus 2t square k. So that is given as x1. And x2 is given with the variation in time is equal to, again it is ti minus t cube j minus 2t square that much k. So that is a question. Which one of the following graphs represents the path of the center of mass? നമുക്കറിയാം നമ്മുടെ പാത്ത് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വെക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്കറിയാമെന്നുള്ള റിലേഷൻ എന്ന് പറയുന്നത് m1r1 പ്ലസ് m2r2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2. ഇതാണ് നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ആക്ച്വലി r1 ആയിട്ട് എടുക്കുക, ഇത് r2 ആയിട്ട് എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ മാസ് m എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് ti minus t cube j plus 2t square k. So that is a given concept. Plus m2. M2 is what here? The 2m into as a ti minus t cube j minus 2t square k. So that is a given parameters. Though that is a division by m1 plus m2. m plus 2m. What is that? 3m. Good. അപ്പോൾ നമുക്ക് എം എന്ന് പറയുന്ന പാരാമീറ്ററെ നമുക്ക് ക്യാൻസലാക്കി നമുക്ക് കളയാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ഇവിടെ ഒരു ടി ഉണ്ട്. ഗുഡ്. അതേപോലെ ഇവിടെ 2 ഇൻറ്റു ടി ഉണ്ട്. സോ നമുക്ക് അതിനെ 2t ആയിട്ട് എടുക്കാം. ബട്ട് ദാറ്റ് ഐ ഈസ് കോമൺ ഹിയർ. ദെൻ മൈനസ് ടി ക്യൂബ് ഉണ്ട്. ഇവിടെ 2 ഇൻറ്റു മൈനസ് ടി ക്യൂബ് ഉണ്ട്. സോ നമുക്ക് അതിനെ നമുക്ക് ഒരുമിച്ച് നമുക്ക് എടുക്കാം ആസ് മൈനസ് ടി ക്യൂബ് മൈനസ് 2t ക്യൂബ് that much into j. Good. അതേപോലെ അടുത്ത കൺസെപ്റ്റ് വരുമ്പോൾ ഇവിടെ 2t സ്ക്വയർ ഉണ്ട്. അടുത്ത ടേമിൽ മൈനസ് ഗുഡ് ഇവിടെ 2t സ്ക്വയർ ഉണ്ട്. സോ ഹിയർ യെസ് ഇറ്റ് ഈസ് എ t സ്ക്വയർ ആക്ച്വലി.
It is not a 2t square, but it is a t square. So you just multiply with the 2, you get the value as a 2t square. So that much into k cap. That division by 3. So that is equal to, we get the value as 3ti, good, minus 3t cube plus 0 by 3. So that is, you get the value as simply ti minus t cube j. ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് വന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ പാത്ത് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഇപ്പോൾ എക്സ് ഐ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? യെസ്, ടി ഐ മൈനസ് ടി ക്യൂബ് ജെ. അപ്പോൾ ഇവിടെ പാത്താണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, വൈ എന്ന് പറയുന്നത് മൈനസ് ടി ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈമിന് ഡിഫറൻറ്റ് വാല്യൂസ് ഒന്ന് കൊടുത്ത് നോക്കാം. 0, 1, 2. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എണ്ണയാണ്? 0, 1, 2. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് എങ്ങനെ നമുക്ക് എഴുതാം? യെസ്, 0 തന്നെ. 1 കൊടുക്കുമ്പോൾ -1 ആവും, 2 കൊടുക്കുമ്പോൾ 8 ആയിട്ട് മാറും. സോ വി ക്യാൻ ജസ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ബിറ്റ്വീൻ ദം. അപ്പോൾ ആദ്യം 1 എക്സിന് കൊടുക്കുമ്പോൾ അവൻ്റെ വാല്യൂ -1 ആണ്, കംഫർട്ട്. അടുത്ത് 2 കൊടുക്കുമ്പോൾ അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ പോയിന്റുകളെ നമുക്കൊന്ന് വരച്ചാൽ, സോ ദ കർവ് ഈസ് ലൈക്ക് ദിസ്. ഗുഡ് ആയി. സോ ഇ ഈസ് ദി ആൻസർ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മുടെ അവൈലബിൾ ആകുന്ന നെറ്റിലെ ക്വസ്റ്റ്യനിലൊക്കെ ഒരു ഇച്ചിരി എററുണ്ട്, അതൊന്ന് സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക. സോ ദ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിമ്പിൾ ബട്ട് ഗുഡ് ക്വസ്റ്റ്യൻ. 2 planets. So that is given as A and C. A and B have the same density. So that is the parameters are given. The radii RA and RB are such that RA is to RB equal to 3 is to 1. If GA and GB are the acceleration due to gravity at the surface of the planets, then GA and GB equals to. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, സി, ഒരു R റേഡിയസ് ഉള്ള ക്യാപിറ്റൽ M മാസ് ഉള്ള ഒരു സ്പിയർ ആണെങ്കിൽ, on its surface the acceleration due to gravity we can find the value as a gm division by r square. So that is a given parameter. പക്ഷേ ഇവിടെ ഡെൻസിറ്റിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മുടെ മാസിനെ നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിട്ട് നമുക്ക് എഴുതാം as a 4/3 pi r cube into the density of the planet division by r square. ഒരു r square നമുക്ക് ക്യാൻസൽ ആയി പോയി. So g take the value as 4/3 pi r rho into g. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഗിവൺ the 2 planets have the same average density. അപ്പോൾ ഡെൻസിറ്റി സെയിം ആണ്. And the second very important concept, g also same. So we can say that g is proportional to what? Radius എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കേസസിൽ എങ്ങനെ എഴുതാം? GA by GB is equal to RA by RB. So that is a very important concept. So അത് ബേസ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. So we get the answer as 3 is to 1. That is the given parameter. So we get the choice as A. അപ്പോൾ ഈ റിലേഷൻ ഒന്ന് ഡെൻസിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഒന്ന് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സി ദ നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കേരള എൻട്രൻസിന് ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് the magnetic induction field has the dimension of. So that is the question. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം, വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ദ ഡയമെൻഷൻ. നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിക്കോട്ടെ മാഗ്നറ്റിക് ഫീൽഡ് ആയിക്കോട്ടെ അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് കാര്യം കണ്ടക്ടറുടെ റിലേഷനാണ്. അവിടെ നമുക്ക് ബി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എഫ് ഡിവിഷൻ ബൈ ഐ ഇൻറ്റു എൽ. എന്താണ് ആ ഫോഴ്സ്? നമുക്കറിയാം അവൻ്റെ ഡയമെൻഷൻ MLT raised to -2.
That division by the current, say A, into length L cancel. So you get the answer as m t raised to minus 2 ampere raised to minus 1. ഈ ഒരു പാരാമീറ്റർ വരുന്ന കേസ് ഏതെന്നാണ് നമ്മോടുള്ള ചോദ്യം. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ചോയ്സായിട്ട് നമുക്കൊന്ന് ഡീൽ ചെയ്താൽ സേ എ ഫോഴ്സ് ആണ്. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? എം എൽ ടി റേസ് ടു മൈനസ് 2. അപ്പോൾ ആ ഒരു ആൻസർ അല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തത് ബി ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ നമ്മുടെ സ്പ്രിങ് കോൺസ്റ്റൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റുമായിട്ട് ഹൂക്സ് ലോ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് വരുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട റിലേഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ള ഫോർമുല എപ്പോഴും ഓർത്തിരിക്കുക. ഒരു എക്സ് എക്സ്റ്റൻഷൻ കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ കേസ് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമ്മുടെ ഫോഴ്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എക്സ് ആയിട്ട് മാറും. എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ? ഓൾറെഡി നമുക്കറിയാം, ദ ഡിവിഷൻ ബൈ ലെങ്ത്. സോ എം ടി റൈസ് ടു മൈനസ് 2. അത് നമ്മുടെ ചോയ്സ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. വാട്ട് അബൌട്ട് തേർഡ് ചോയ്സ്, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഓർമ്മയിരിക്കട്ടെ, വീണ്ടും അവിടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത്. സോ വീണ്ടും എം ടി റൈസ് ടു മൈനസ് 2. പിന്നെ പറയുന്നു ഡി ചോയ്സ്, സർഫസ് ടെൻഷൻ ഇൻറ്റു കറണ്ട്. സോ ഡി, the surface tension into current ampere I. So that is equal to dimensional എഴുതുമ്പോൾ mt raised to minus 2 into A sigma by current. Okay, sigma by current. So that is division by A. So അത് നമ്മുടെ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ അത് mt raised to minus 2 A raised to minus 1. So ഉറപ്പിച്ച് നമ്മുടെ ആൻസറിലേക്ക് അത് വരാം. So D is the answer. ഇവിടെ ഗാമ അല്ല ഇൻറ്റു എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ഡി ആയിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ആ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐൻസ്റ്റീൻ വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ഹിസ് വർക്ക് ഓൺ. അപ്പോൾ നമുക്കറിയാം, അതിനു മുന്നേയൊക്കെ നമ്മുടെ പല കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഇൻക്ലൂഡിങ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എക്സെട്ര, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് നമ്മുടെ ഫോട്ടോണിനെ ബേസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം കൊടുത്തൊരു എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് ചെയ്യുന്ന എനർജി മൈനസ് ദ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. സോ ഹി ഗോട്ട് ദ Nobel Prize for his work. So photoelectric effect is the answer for the question. A good question is waiting. A thin circular ring of mass m and radius r is rotating about its axis perpendicular to the plane of the ring with a constant angular velocity. 2 point particles, each of mass m, are attached gently to the opposite ends of a diameter of the ring. The ring now rotates with an angular velocity omega by 2. The ratio small m by capital M. എപ്പോഴും ഓർക്കണം, ഇങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് സിസ്റ്റംസ് വരുമ്പോൾ കണ്ടോ ഇവിടെ അറ്റാച്ച്ലി ജെൻ്റിലി, ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ടോർക്ക് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം 0 എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം, നമ്മുടെ ലീനിയർ മോഷനിൽ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് നമുക്ക് പറയാം. അത് റൊട്ടേറ്ററി ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്ന് പറയാം. സോ ടോ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണേ എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, ആംഗുലാർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അത് രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് എഴുതാം. I1 omega 1 should equal to I2 omega 2. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. സോ ആദ്യം വെറും റിംഗ് ആണ് ഇരിക്കുക, അവൻ്റെ മാസ് എം എന്ന് പറയുന്നു, ആ റേഡിയസ് ഉണ്ട്, അവൻ ഒമേഗ എന്ന് പറയുന്ന ഒരു ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് വരുന്നത് അതേ റിംഗിലെ നമ്മളുടെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻറ്റ്സിൽ ക്യാപിറ്റൽ എം മാസ് ഉള്ള രണ്ട് ഓബ്ജക്ട്സുകളെ ബേസ് ചെയ്യുന്നു. അപ്പോൾ കറക്കുന്ന ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഒമേഗ 2 ആണെങ്കിൽ നമുക്ക് സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം കണ്ടുപിടിക്കണം. രണ്ട് സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ എഴുതാം. I1 omega 1 should equal to I2 omega 2 because of the conservation of angular momentum. What is I1? Here the ring alone. So simply about its central axis we know mr square
into omega, it should equal to, what is I2? I2 is for the combined system, got two contributions. What is the contribution from the ring? Mr square. What is the contribution from the 2 point masses at a separation, capital R? So for this one, mr square, and another mass, it is nothing but capital M into r square. So that r together moves with the velocity. It is given as angular velocity omega by 2. So omega cancel. We can take that r square cancel. So you get the value as a small m equal to small m plus 2m. That much into 1 by 2. So നമുക്ക് ഈ 2 cross ചെയ്താൽ 2m equal to small m plus 2 into capital M. So small m, take the value as 2m. So we get the answer for that small m division by capital M is equal to 2 as the answer. So we can quote the answer as 2. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ മറ്റേതൊരു എൻട്രൻസ് എക്സാം എടുത്താലും റൊട്ടേഷണൽ മോഷനിൽ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഈ ഒരു കാര്യം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്പർ 11, ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്കൊരു JEE മെയിൻ അതിൻ്റെ മുകളിലൊക്കെ ലെവൽ വരുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് ഗിവൻ എ ബോഡി ഓഫ് മാസ് m is equal to 1 kilogram and is moving in a medium and experiences a force of F is equal to minus kV. The initial speed is given as v is equal to 10 meter per second, and after a time of 10 seconds, what is the energy? See, its energy becomes half of its energy. So after a time t, that is equal to E0 by 2. So the value of k, that is our question to find. അപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് നമ്മളൊന്ന് സിമ്പിളായിട്ട് എടുത്തേ. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു മൂവിങ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് അവൻ്റെ കൈനറ്റിക് എനർജിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, സോ ഹാഫ് എം വി എഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് ടൈംസ് ഓഫ് ഹാഫ് എം ഇൻറ്റു ഇനിഷ്യൽ ഹാഫ് ഓഫ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ സ്പീഡ് ഈസ് ഗിവൻ ആസ് V0. സോ നമുക്ക് ഹാഫും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ദ ഫൈനൽ വി എഫ് സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 10 സ്ക്വയർ. That is equal to so we can, that is 10. So VF is equal to 10 division by root 2. അപ്പോൾ നമുക്കത് ആൻസർ കിട്ടി ആസ് ബീറ്റ പെർ സെക്കൻഡ്. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല, കണ്ടുപിടിക്കേണ്ട വാല്യൂ കെ ആണ്. അപ്പോൾ കെയുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് എഫ് ആണ്. സോ എഫ് ഈസ് ഗിവൻ ആസ് -kV. അപ്പോൾ നമുക്ക് ഫോഴ്സിനെ പറ്റി ഒക്കെ നമുക്ക് ഇൻഫർമേഷൻ ഇവിടെ ഇല്ല, പക്ഷേ വെലോസിറ്റി ബേസ് ചെയ്ത് ഇൻഫർമേഷൻ ഉണ്ടതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ ന്യൂട്ടൻ്റെ നിയമം ഉപയോഗിച്ചാൽ നമുക്കറിയാം m is equal to F is equal to what? M into A, that is equal to minus k into A. വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ദാറ്റ് ആക്സലറേഷൻ ഈസ് വാട്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -k into V. സോ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -k by m into V. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ബട്ട് വിയെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എമ്മിൻ്റെ വാല്യൂ 1 ആയിട്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് എടുക്കാം dV by V is equal to, സിമ്പിളായിട്ട് നമുക്ക് പറയാം -k into dt. ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ, സിമ്പിളായ ഉത്തരം. അപ്പോൾ ഇൻ്റഗ്രൽ dV by V എന്ന് പറയുമ്പം log V ആണ് അല്ലേ. അത് വിത്തിൻ ലിമിറ്റ്സ് നമുക്ക് പറയുമ്പോൾ V0 എന്ന് പറയുന്ന ഇനിഷ്യൽ വാല്യൂ ടു V ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം -kT. അവിടെയും നമ്മുടെ 0 ടൈം ടു t എന്ന് പറയുന്ന 10 സെക്കൻഡിലേക്കാണ് അവൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയാം. ഇനി സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് വരാവൂ. നമുക്ക് അല്ലെങ്കിൽ ആൻസർ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ log V മൈനസ് log V0 അല്ലേ. ഗുഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -k into t. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ log V ബൈ, അപ്പോൾ ഈ മൈനസ് സൈനെ ഇപ്പുറത്തെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? log V0 by V equal to KT. ആ നെഗറ്റീവ് സൈൻ മാറുന്ന കാര്യം ഓർത്തോണേ. സോ ദാറ്റ് ഈസ് log ഇൻറ്റു V0 എത്രയാണ്? നമുക്ക് 10 ആണ്. V എത്രയായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു? 10 by root 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു 10 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 10 ക്യാൻസലായി അല്ലേ. log root 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 raised half ആണ് k ഇൻറ്റു 10. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് പറയാം? k is equal to log 2 raised half നമുക്ക് എങ്ങനെ എഴുതാം?
half into log 2, that division by s, that is equal to log 2 by 20. So log 2 by 20. So we get the answer as exactly C as the answer. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, ആ മെത്തേഡ് യൂസ് ചെയ്ത കൺസെപ്റ്റ്സുകൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ദെൻ അറ്റ് 12th ക്വസ്റ്റ്യൻ, അനദർ ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്കിത് പല എൻട്രൻസ് എക്സാമിന് ആവർത്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, ഓർക്കുക. The position vector of the particle, so that is given as RT, that is given as A cos omega t I cap plus A sin omega t into j cap, where A and omega are real constants. Yes, then what is the acceleration? That's the question. What is the acceleration? അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ അറിയാമെങ്കിൽ ആദ്യം നമുക്ക് വെലോസിറ്റിക്ക് പോകാൻ വളരെ ഈസിയാണ് അല്ലേ. സോ അവനെ നമുക്ക് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എന്ത് കിട്ടുമെന്ന് നോക്കാം. വി ടി ഈസ് ഈക്വൽ ടു, അപ്പം കോസ് ഒമേഗ ആണ്, ഫംഗ്ഷനാണ്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ എ അല്ലേ, എ ഒമേഗ കോസ് എടുക്കുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ആ വരുന്നത്. അപ്പം എ ഒമേഗ യെസ് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് എ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്തായിട്ട് മാറി, കോസ് ഒമേഗ ടി ഇൻറ്റു ജെ. അപ്പോൾ അവിടെ നമുക്ക് ആക്സലറേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എ ടു സി ഈക്വൽ ടു സൈൻ ഒമേഗ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒമേഗ ഇൻറ്റു കോസ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് എ ഒമേഗ സ്ക്വയർ ഗുഡ് കോസ് ഒമേഗ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് സി. അവിടെയും നമ്മൾ ശ്രദ്ധ വെക്കണം, നമുക്ക് കോസ് വരുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ആണ്. സോ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ഇൻറ്റു ജെ ക്യാപ്. ഇവിടെ തോന്നിയിരിക്കുന്ന കൺസെപ്റ്റുകൾ നോക്കൂ. ദാറ്റ് ആക്സിലറേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി, പാരലൽ ടു വെലോസിറ്റി. അപ്പം നമ്മൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആയിട്ട് സംഭവിക്കണം. പാരലൽ ആണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ 0 ആയിട്ട് സംഭവിക്കണം. അത് ആൻറ്റി പാരലൽ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ആയിട്ട് സംഭവിക്കണം. അത് സംഭവിക്കണമെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, ഗുഡ് മെത്തേഡ്, യു ഹാവ് ടു ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ദം. അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം 0 വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനനുസരിച്ച് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. സോ അറ്റ് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ചോയ്സ് ബേസ് ചെയ്ത് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് വി. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് വരുമ്പോൾ എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ റെക്റ്റാങ്കുലർ കമ്പണൻസ് വഴി എ ഡോട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസെഡ് ബി എസ്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. അപ്പോൾ അത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐ ജെ ജെ കെ കമ്പോണൻസുകൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ എന്നുള്ള ഓർക്കുക. കാരണം ഐ ഡോട്ട് ഐ ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈക്വൽ ടു കെ ഡോട്ട് കെ എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഐ ഡോട്ട് ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ ആൾ ആർ ഈക്വൽ ടു 0 ബിക്കോസ് ദെയർ ആംഗിൾ ബിക്കം 90. അപ്പോൾ നമുക്ക് എ ഡോട്ട് വി എടുക്കാം. ഇതുകൊണ്ട് അവനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൺസെപ്റ്റ്സിൽ വരുമ്പോഴും നോക്കൂ, ഇത് ഇൻറ്റു ഇതാണ്. അപ്പം മൈനസ് അവിടെ പ്ലസ് ആയി മാറി അല്ലേ. സോ പ്ലസ് ഓക്കെ എ സ്ക്വയർ ഒമേഗ ക്യൂബ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇവിടെ മൈനസ് ഉണ്ട്, രണ്ടാമത് ഈ പ്ലസ്, അപ്പം മൈനസ് വരും. സോ വി ക്യാൻ സേ ദാറ്റ് മൈനസ് എ സ്ക്വയർ ഒമേഗ ക്യൂബ് ഗുഡ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. പക്ഷെ രണ്ട് ടേമുകൾ ഒരേപോലെ ആയതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ഫോർ ദ 12th question we can take the choice as nothing but what A. Then we can move to the 13th question. ഒരു നല്ലൊരു കൺസെപ്റ്റാണ്. Some of the following equations are kinematic equations where the symbols have the usual meaning. The work energy theorem is best represented as. നമ്മുടെ യൂഷ്വൽ കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം വി എന്ന് പറയുന്നത്
ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നമ്മൾ എസ് എന്ന് നമ്മൾ കൊടുക്കുക. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് നമുക്കറിയാം, വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്നാണ്. വർക്ക് എന്ന് പറയുന്നത് എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം, എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നത് ഹാഫ് എം ഇൻറ്റു വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം ഇൻറ്റു വി ഐ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ആയതുകൊണ്ട് എം എസ് എന്ന് നമുക്ക് കൊടുക്കാം. ഹാഫ് എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി വി സ്ക്വയർ ആണ്, അത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു സ്ക്വയർ ആയിട്ട് നമുക്ക് കൊടുക്കാം. എം എന്ന് പറയുന്ന മാസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ 2as എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയറിലേക്ക് നമുക്ക് എത്തി. സോ അത് നമ്മുടെ ചോയ്സ് ആണെന്ന് നമുക്ക് തോന്നുന്നു. വി സ്ക്വയർ എന്ന് പറയുന്നത് യു സ്ക്വയർ പ്ലസ് 2as ആയി മാറി. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഈ ചോയ്സ് ആയിട്ട് മാറാം. അപ്പോൾ വർക്ക് എനർജി തിയറം ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമ്മുടെ പല പ്രോബ്ലംസും നമുക്ക് ഈസിയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 30. If x and v denote the displacement, velocity and acceleration of a particle executing simple harmonic motion of the time period t, then which of the following do not change with time? ഇപ്പോൾ ടൈമുമായിട്ട് വ്യത്യാസപ്പെടാത്ത ക്വാണ്ടിറ്റി ഏതാണ്? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയമെൻഷനലി അനലൈസ് ചെയ്യാൻ നമുക്കൊന്ന് ശ്രമിക്കാം. സോ ദ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സോ ഇറ്റ് ഈസ് ഗിവൻ ആസ് എ ടി ദ ഡിവിഷൻ ബൈ വി. So what is AT by V? What is A? Acceleration. What is that? The dimension LT raised to minus 2 by velocity LT raised to minus 1. LL cancel. So T raised to minus 1 by T raised to minus 1. So M raised to 0, L raised to 0, T raised to 0. So it is independent. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. അപ്പോൾ ഡയമെൻഷനലി നമുക്ക് ഓരോന്നും വരുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണേ, ഈ AT എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മിക്കവാറും എല്ലായിടത്തും ഉള്ള കൺസെപ്റ്റ്. അപ്പോൾ AT എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു, അവിടെ LT റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി ആണ്, LT റൈസ് ടു മൈനസ് 1. അപ്പോൾ അത് ടൈം ഡിപ്പെൻഡബിൾ ആയിട്ട് മാറുകയാണ്. പക്ഷേ ഇവിടെ വെലോസിറ്റി എടുക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, LT റൈസ് ടു മൈനസ് 1 ഇൻറ്റു ടി ആണ്. പക്ഷേ അവിടെ ഒരു കുഴപ്പം, L എന്ന് പറയുന്നത് വേരിയബിളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇതാ ഇങ്ങനെ എടുത്തു വന്നിരിക്കട്ടെ, ഇവിടെ നിന്ന് ഇവൻ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് L വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് എ കൊടുക്കാൻ പറ്റും, AT ബൈ വി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ആൻസർ. നമ്മുടെ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം ഫോർ ദ ഫസ്റ്റ് പാർട്ട്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എ റബ്ബർ കോഡ് ഓഫ് ഡെൻസിറ്റി D, യങ്സ് മോഡുലസ് Y and length L is suspended vertically. If the cord extends by a length 0.5 L under its own weight, then L is. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ലീനിയർ സ്ട്രെസ് ദെയർ ഈസ് ഡിവിഷൻ ബൈ ലീനിയർ സ്ട്രെയിൻ. ആ കൺസെപ്റ്റിൽ നമുക്കറിയാം ദാറ്റ് ലീനിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവിഷൻ ബൈ ഏരിയ ആണ്, ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു റബ്ബർ കോഡാണ്, അവന് മാസ് ഉണ്ട് എന്നുള്ള ആസ്പെക്ട്സിൽ ഓർക്കുക ലെങ്ത് ആണ്. പക്ഷെ നമ്മൾ ഈ സോൾവ് ചെയ്യാൻ എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മാസ്ലെസ് ആയിട്ടുള്ള ഒരു റബ്ബർ കോഡായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ടോട്ടൽ മാസും അവൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ L/2 കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റ് എടുത്താൽ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസി അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Y എന്ന് പറയുന്ന ഫോഴ്സ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അവൻ്റെ വെയിറ്റ് ആണ്. ദ ഡിവിഷൻ ബൈ ഏരിയ ഇൻറ്റു ലെങ്ത് ഡിവിഷൻ ബൈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 0.5 L എന്നാണ് പറഞ്ഞിരിക്കുക. നമുക്ക് ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് വരാൻ, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ എമ്മിന് പകരം നമുക്ക് D ഇൻറ്റു വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ആയിട്ട് നമുക്ക് എടുക്കാം, ഇൻറ്റു G ഡിവിഷൻ ബൈ A ഇൻറ്റു 0.5. അവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ലെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ L അല്ല, L/2 ആണെന്നുള്ള ഒരു ഓപ്ഷൻ മറന്നു പോകരുതേ. അപ്പോൾ അവിടെ ഒരു 2 ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ 0.5. സോ 0.5ഉം 2ഉം അവിടെ ക്യാൻസലായി മാറി, ഏരിയ ക്യാൻസലായി, നമുക്ക് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. Y is equal to DLG. നമുക്ക് വേണ്ടത് ലെങ്ത് ആണ് L. സോ L take the value as Y division by DG. Y division by DG. സോ നമുക്ക് B ആണ് ആൻസർ ആയിട്ട് വരിക.
അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോകൾ കഴിവതും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ യുവർ കമ്മിങ് എൻട്രൻസ് എക്സാംസ്. സോ ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യനുകളാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുക. സോ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ you can wait maximum score. So try to do maximum MCQs. Take care. God bless you.